നടൻ വിജയ്ക്ക് ചെരുപ്പേറ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കാണാനിടയുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിജയകാന്തിന്റെ അന്തിമോപചാരം അർപ്പിക്കാൻ ചെന്നപ്പോഴാണ് വിജയ്ക്ക് ചെരുപ്പേറ് കിട്ടിയത്. ചിലരൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ആരാധന മൂത്തിട്ട് ആരാധകരുടെ ചെരുപ്പ് എടുത്തെറിഞ്ഞാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നല്ല. വിജയ് ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ പലരും വിളിച്ച് പറഞ്ഞത് ക്യാപ്റ്റൻ 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 ആണ്. ഈ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ വിജയകാന്തിന് ഇഷ്ടമുള്ളവരാണ്. വിജയകാന്തിന് മറ്റൊരു പേരാണ്. പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ കുറെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് വിജയരാജ് എന്നായിരുന്നു. പിന്നീട് അത് സിനിമയിലൊന്നും ക്ലിക്ക് ആവാണ്ടായപ്പോൾ അമൃതരാജ് എന്നാക്കി. പിന്നീട് രജനീകാന്തിനെ കാന്തെടുത്തിട്ടാണ് വിജയകാന്ത് ആയി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് കേരളക്കരയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ട്രിവാൻഡ്രത്തൊക്കെ സിനിമക്ക് വേണ്ടിയാണ്, സിനിമയിൽ എന്തെങ്കിലും ആവണം എന്നുള്ള ആഗ്രഹത്തിൽ ട്രിവാൻഡ്രത്തൊക്കെ ഒരുപാട് തവണ അദ്ദേഹം മലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് അദ്ദേഹത്തിന് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ആ സ്ഥാപനം കൂട്ടി പോവുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു സ്ഥാപനം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീടും ഇതേപോലെ തന്നെ കഷ്ടപ്പെട്ട് സിനിമയിലെത്തിയ ഒരു നിറയിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഈ വിജയകാന്ത്. ആദ്യമൊക്കെ ആക്ഷൻ കിങ് വിജയകാന്തിനൊക്കെ പറയുന്നത് ആക്ഷൻ ആയിരുന്നു അദ്ദേഹത്തിന് പല സിനിമയിൽ. കാലുകൊണ്ട് മാത്രം ആക്ഷൻ കാണിക്കുന്ന ഒരു നടൻ എന്ന രീതിയിലൊക്കെ അറിയപ്പെട്ടിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. പിന്നീട് നടനായത് തന്നെ വിജയുടെ അച്ഛന്റെ സിനിമയിലാണ്. വിജയുടെ അച്ഛന്റെ സിനിമയിൽ നടനായി. പിന്നീട് വിജയുടെ അച്ഛന്റെ പല സിനിമകളിലും ഇദ്ദേഹം തുടർന്ന് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വിജയിനായിട്ടുള്ള ഇത്ര വലിയ അടുപ്പം. ഇപ്പൊ ഇത് മരണപ്പെട്ട സമയത്ത് അന്തിമോപചാരം ഏൽപ്പിക്കാൻ വേണ്ടി വിജയ് വന്നത് തന്നെ ഒരു സിമ്പിൾ ആയിട്ടാണ്. എന്നിട്ട് തമിഴന്മാരും ആൾക്കാരൊക്കെ അതിന്റെ പോസ്റ്ററിന്റെ അടിയിൽ വിജയുടെ കോലത്തിന് രൂപത്തിനൊക്കെ വളരെയേറെ മോശമായിട്ടൊക്കെ പറയുന്നുണ്ട്. ട്രാൻസ്ലേറ്റർ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ വന്ന ന്യൂസുകളുടെ അല്ലെങ്കിൽ അതിന്റെ പോസ്റ്ററുകളൊക്കെ തമിഴിലുള്ള കമന്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാം. അതിൽ വിജയിനെ എത്രത്തോളം മോശമായിട്ട് അവർ പറയുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ മോശമായിട്ടൊക്കെ ആൾക്കാർ പറയുന്നതായിട്ടാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് വിജയിനോടുള്ള ആരാധന മൂത്തിട്ടാണ് ചെരുപ്പ് എറിഞ്ഞെന്നൊക്കെ പറഞ്ഞത്. വിജയകാന്തിനെയും വിജയും തമ്മിൽ നല്ലൊരു ആത്മബന്ധമുണ്ട്. പിന്നെ വിജയകാന്തിന്റെ കാര്യം പറഞ്ഞതിനേക്കാളും ഏറ്റവും കൂടുതലും എടുത്തു പറയേണ്ട കാര്യമാണ് തമിഴന്മാരുടെ ഈ ആരാധന സ്നേഹം. സിനിമക്കാരോട് തമിഴന്മാർക്കും മലയാളികൾക്കുള്ളതിനേക്കാൾ വലിയ ആരാധനയാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കും അവർ തമിഴന്മാർക്കും മലയാളികൾക്കാൾ കൂടുതൽ ആരാധന. അപ്പൊ സിനിമയിൽ രാഷ്ട്രീയമുള്ള ഒരാളായി വരുമ്പോൾ അയാളോട് ഉണ്ടാവുന്ന ആരാധന എത്രയാണെന്ന് ഇദ്ദേഹം മരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവും. ജയലളിത മരിച്ചതിന് ശേഷം ഇത്രത്തോളം ജനങ്ങൾ പങ്കെടുത്ത വേറൊരു മരണാനന്തര ചടങ്ങ് വേറെ ഇല്ല എന്ന് പറയണം. അത്രത്തോളം ജനങ്ങളാണ് അവരുടെ ക്യാപ്റ്റനായ വിജയകാന്തിനെ കാണാൻ വേണ്ടിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെതായ നിലപാട്, ഇദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ സിനിമയിൽ തന്നെ സിനിമ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അല്ലെങ്കിൽ സെറ്റിലൊക്കെ ആഹാരം കൊടുക്കുമ്പോൾ നടന്മാർക്ക് ഒരു പാത്രത്തിൽ മറ്റൊരു ഭക്ഷണം മറ്റൊരു പ്ലേറ്റിൽ മറ്റൊരു സ്ഥലത്ത് ഇരുന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനൊക്കെ ശക്തമായിട്ട് എതിർത്ത് എല്ലാവർക്കും തുല്യരാണ്, എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ശക്തമായ നടപടിയും കാര്യങ്ങളൊക്കെ എടുത്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ് വിജയകാന്ത്. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. രാഷ്ട്രീയത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള നിലപാടുണ്ടായി. അദ്ദേഹം പറഞ്ഞിട്ട് എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയം എന്നത് ജനങ്ങളെയും രാഷ്ട്രത്തെയും സേവിക്കാനുള്ളതാണ്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല എന്നൊക്കെ പറയണ്ടായി. പിന്നീട് ഇദ്ദേഹം രൂപകൽപ്പന ചെയ്ത രാഷ്ട്രീയ പാർട്ടി വിട്ടുപോയി പൊളിഞ്ഞു പോയി എന്നൊക്കെ പറയപ്പെടുന്നു. എന്നിട്ടും ഇദ്ദേഹം ശക്തമായിട്ട് തന്നെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ അസുഖവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ രാഷ്ട്രീയത്തിൽ മാറി നിന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും എനിക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. ആദ്യകാലത്ത് വില്ലനായിട്ട് വന്നു, പിന്നെ നടനായിട്ട് വന്നു. പിന്നെ ഒരു കാലത്ത് രജനീകാന്തിനേക്കാൾ കൂടുതൽ ഫാൻസും കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന വിജയകാന്ത്. ഇദ്ദേഹത്തിനെ കാണാനാണ് വിജയ് ചെല്ലുന്നത്. വിജയ് ചെന്നപ്പോൾ വിജയ്ക്ക് ഉണ്ടായ അനുഭവമാണ് ഇപ്പൊ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പറയുന്ന ആരാധകരുടെ കാര്യം പറയുമ്പോൾ മലയാളികളെക്കാൾ കൂടുതൽ എത്ര ബെറ്റർ ആണെങ്കിലും ബുദ്ധിയില്ലാത്ത കുറെ ആരാധകർ മലയാളികൾക്കുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മരിക്കണമെന്നും മോഹൻലാലിന്റെ മകനായ പ്രണവ് മോഹൻലാലും നല്ല രീതിയിൽ വിജയിച്ച് വരണം എന്നൊക്കെ ഒരുത്തെന്ന് പറയണ്ടായിരുന്നു. അവനിപ്പോ വന്നിട്ട് മാപ്പൊക്കെ പറയണ്ടേ. അപ്പൊ അങ്ങനെയുള്ള ഊളകളായിട്ട് കുറെ ഫാൻസ് മലയാളത്തിൽ ഉണ്ടെങ്കിൽ പോലും ജീവൻ പോലും കൊടുക്കുന്ന രീതിയിലുള്ള ആരാധകരാണ് തമിഴ്നാട്ടിൽ ഈ പറയുന്ന ക്യാപ്റ്റൻ വിജയകാന്തിന് അടക്കമുള്ളത്. അങ്ങനെ അത്രത്തോളം ജനങ്ങൾക്കിടയിലാണ് നമ്മുടെ വിജയ് കയറി ചെല്ലുന്നത്. ഇതിനെക്കുറിച്ചും എടുത്ത് പറയേണ്ടതാണ്. അദ്ദേഹം എവിടെ ചെന്നാലും അദ്ദേഹത്തിന് ഒരുമാതിരിയുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്കൊക്കെ വരണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തിന്റെ സിനിമക്കായാലും അദ്ദേഹത്തിനായാലും കുറെ ഹേറ്റേഴ്സ് ഉണ്ട് സത്യം പറഞ്ഞാൽ. ഇപ്പൊ നമ്മുടെ സീക്രട്ട് ഏജന്റ് പോലെ പറഞ്ഞ പോലെ തന്നെ വലിയ ആരാധന മുത്തിട്ടൊന്നും ചെരുപ്പ് എറിഞ്ഞൊന്നല്ല. ചെരുപ്പ് എറിയണമെന്നുണ്ടെങ്കിൽ അയാളോട് അത്ര ദേഷ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ അയാൾ വന്നതിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കണം. ചെയ്ത സ്ഥലമോ കാര്യമോ ശരിയാണെന്ന് പറയുന്നില്ല, എന്നാലും ആ വൈരാഗ്യം കൊണ്ടാണ് ചെരുപ്പ് എറിഞ്ഞെന്നുള്ളത് മനസ്സിലാക്കണം കാണുന്നവര്. ആദ്യം തന്നെ നമുക്ക് ആ സംഭവം നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം.
കണ്ടില്ലേ നമ്മുടെ വിജയ അവിടെ ചെന്നിട്ട് വിജയുടെ വിഷമവും കാര്യങ്ങളൊക്കെ അറിയിച്ച് മാലൊക്കെ ഇട്ട് പോരുന്നേക്കാൾ മുമ്പന അത് ആ തിരക്ക് കണ്ടാൽ മതി. വിജയ്ക്ക് പലപ്പോഴും വിജയ്ക്കുള്ള പ്രശ്നങ്ങളാണ് ഇത്. ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള വിജയ് എന്നൊരു നടൻ, ഇപ്പൊ ബാക്കിയൊരു നടന്മാർക്ക് ഇത്രത്തോളം ക്രൗഡ് ഞാൻ കണ്ടിട്ടില്ല. ഇത്രത്തോളം ക്രൗഡ് വന്നെന്ന് പറയുന്നത് വിജയ്ക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ അത്രമാത്രം കാര്യങ്ങളൊക്കെ വിജയ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കല്ല. വിജയുടെ സിനിമകളിൽ പാതിമുക്ക സിനിമകളിൽ എനിക്ക് ഇഷ്ടമല്ല. വിജയിച്ചിട്ടുണ്ട്, കോടികൾ വാരിയിട്ടുണ്ട്, ലക്ഷങ്ങൾ വാരിയിട്ടില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് പാതിമുക്ക സിനിമകളിൽ ഒന്നും ഒരു കഥയുണ്ടെന്നോ കാര്യങ്ങളുണ്ടെന്നോ എനിക്കും തോന്നിയിട്ടില്ല. എന്ന് അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാ നടന്മാരെ പോലെ വാരിക്കൂട്ടി അവാർഡുകളും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ പോലും ഈ ഇളയ ദളപതി എന്നത് എന്തോ ഈ പറയുന്ന നമ്മുടെ വിജയകാന്തിന്റെ സിനിമയിൽ നിന്നാണ്, ക്യാപ്റ്റൻ വിജയകാന്തിന്റെ സിനിമയിലൂടെ തന്നെ എന്തോ കിട്ടിയിട്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എവിടെയോ. അത് എന്തോ എൻ്റെ ഒരു കേൾവിയാണ്, തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. എന്നിരുന്നാൽ ഇത്രത്തോളം ക്രൗഡ് വിജയ് വരുമ്പോഴുണ്ട്. അത് ആരാധകരാണ്, പക്ഷെ ഇതിൽ വിജയിയുടെ ആരാധകരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ക്യാപ്റ്റൻ എന്നാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ആരാധകരാകുമ്പോൾ വിജയനെ കണ്ടതിനാ വിജയനെ ഇളയ ദളപതിനാ വിജയ് എന്നല്ല വിളിക്കുന്നത്. ഇത് മൊത്തം വിളിക്കുന്ന ക്യാപ്റ്റൻ എന്നാണ്. ഈ ക്യാപ്റ്റൻ വിളിക്കുന്ന അറിയാലോ വിജയകാന്തിനെയാണ്. അപ്പൊ വിജയനോടുള്ള ആരാധന അല്ല അവിടെ കേൾക്കുന്നത്, ഈ പറയുന്ന വിജയകാന്തിനോടുള്ള ആരാധനയാണ്. പിന്നെ ഒരാൾ മരിച്ച സ്ഥലത്തേക്കാണ് വിജയ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരോട് ഏറ്റവും കൂടുതലും ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്രയും പ്രയാസവും ഒരാൾ മരണപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ അവിടെ വരുമ്പോഴെങ്കിലും ഒരു മര്യാദ, അത് എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും ഏതൊരു വ്യക്തി ആണെങ്കിലും അയാൾ കാണാൻ വന്നതിന് അതിനുള്ള അവസരങ്ങൾ ഒരുക്കാൻ നോക്കണം. കണ്ടോ, വിജയ് എന്നൊരു വ്യക്തി വന്നാൽ പോലീസുകാർക്ക് പോലും ഈ പറയുന്ന ആരാധകരാണെങ്കിൽ ജനങ്ങളെ തടയാൻ പറ്റുന്നില്ല, വിജയനെ സേഫ് ആക്കി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അവിടെ നേരിട്ടുണ്ടാവും ചിന്തിച്ചാൽ മതി. അതായത് മേത്ത് വലിക്കലും പിടിക്കലും, അതിൻ്റെ ഇടയിൽ തിരിച്ചു പോകുന്ന സമയത്ത് തൊട്ട് ഉമ്മ വെക്കുന്ന സീനൊക്കെ വേണമെങ്കിൽ കാണാം. അത് കഴിഞ്ഞിട്ടാണ് ഈ ചെരുപ്പ് കാറിൽ കയറാൻ നേരത്താണ് ചെരുപ്പ് എറിയണ കാണുന്നത്. അതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ വിജയ്ക്ക് നേരെ ചെരുപ്പിടുന്നു. അത് ആരാധന മുട്ടിട്ട് എറിഞ്ഞാണെന്ന് എനിക്ക് തോന്നില്ല. ഒന്നെങ്കിലും ഈ ദേശത്തിൽ എറിഞ്ഞായിരിക്കാം, വിലക്ക് വിളിച്ചതായിരിക്കാം. ചെരുപ്പൊക്കെ എറിഞ്ഞിട്ട് ഒരു ആരാധന കാണിക്കുക എന്നൊക്കെ പറഞ്ഞത് ഞാൻ എവിടെയും കേട്ടിട്ടൊന്നുമില്ല. നമ്മുടെ സെക്രട്ടറി പറയണ ചെരുപ്പ് എറിഞ്ഞ് വിളിച്ചു, ഇനി ആ ചെരുപ്പ് ചിലപ്പോൾ പൂജാറൂമി വെച്ച് ബാലാഭിഷേകമൊക്കെ നടത്തുന്നു. അത്രത്തോളം അറിയില്ല. എന്നിരുന്നാൽ പോലും വിജയകാന്തിന്റെ ഇങ്ങനത്തെ ഒരു ചടങ്ങായിരുന്നു. ആ ചടങ്ങെന്ന് വെച്ചാൽ അദ്ദേഹം മരണപ്പെട്ട് അതിന്റെ ലാസ്റ്റത്തെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരാൾ വരിക, അയാൾക്കെതിരെ ഇങ്ങനെയുള്ള മോശം പരിപാടിയൊക്കെ കാണിക്കുന്നത്, എത്ര വലിയ ആരാധകരുള്ളവരാണെങ്കിലും ഒരാളോട് എത്രത്തോളം ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള പരിപാടിയൊന്നും കാണിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ പരിപാടിയൊന്നും കണ്ടിട്ടില്ല. ഇത് കുറച്ചും കൂടി നമ്മുടെ മലയാളികളെക്കാൾ കുറച്ചും കൂടിയും ഒരു ഡീപ്പാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി മുകളിലാണ് ഈ ആരാധന സ്നേഹം തമിഴ്മാർക്കൊക്കെ. പണ്ട് കേട്ടിട്ടുണ്ടായി രജനീകാന്തിന്റെ സിനിമയിൽ കത്തിയെറിഞ്ഞ് കൊടുത്തു നോക്കുന്നത്, തിയേറ്ററിനുള്ളിൽ എന്നിട്ട് സ്ക്രീൻ കയറി പോയ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എത്രത്തോളം അന്ധമായ രീതിയിലുള്ള ആരാധനകൾ ഉണ്ട് തമിഴ്നാട്ടിൽ ഉള്ള കുറെ ആൾക്കാർക്കൊക്കെ. എന്നാലും ഇതുപോലെയുള്ള പിന്നെ വിജയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞില്ല, വല്ലാത്തൊരു ക്രൗഡ് ഉണ്ട് വിജയ്ക്ക് എന്ന് പറയുന്നത്. വിജയ് ഇപ്പൊ രാഷ്ട്രീയത്തിലൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതങ്ങനെയാണ് ഇപ്പൊ പലരും സിനിമയൊക്കെ ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ സിനിമയിലൊക്കെ പോയി കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആരാധന വൃത്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി പാർട്ടിയിലേക്ക് വരും. അത് തമിഴ്നാട്ടിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പൊ ഇനി അടുത്ത ഈ പറയുന്ന തന്നെ വിജയകാന്തിനൊക്കെ പോലെ വിജയ് വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വളരെ മോശമായ കാര്യമാണ്. ഒന്ന്, അദ്ദേഹം ഒരു മരണച്ചടങ്ങ് വരുന്നതാണ്. അത്രയും സങ്കടത്തോടെ വിഷമത്തോടെ കൂടി വന്നതിന് ശേഷവും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അതിനേക്കാളേറെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്.
അത്രത്തോളം വേദനയോടെ വിഷമം കൂടി. കാരണം വിജയകാന്ത് തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. അത് അച്ഛൻ്റെ സിനിമ കൂടി വന്നുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരെക്കാൾ കൂടുതൽ വിജയ്ക്ക് ഏറ്റവും കൂടി അടുപ്പം ഈ വിജയകാന്ത് എന്ന വ്യക്തിയോടാണ്. പിന്നെ വിജയകാന്തിനെ കുറിച്ച് പറയുന്ന അദ്ദേഹം ഒരുപാട് ഡെവലപ്പുകൾ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ന്യൂജൻ സിനിമാക്കാരുണ്ട്. ഈ പറയുന്ന വിജയ് ആണെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് മുമ്പൊക്കെയാണ് നമ്മുടെ വിശാലിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. കാരണം വിശാൽ പുറത്താണ്, വേറൊരു നാട്ടിലാണ്. അപ്പോൾ വിശാലിന് ഈ പറയുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിലും വിജയകാന്ത് മരണപ്പെട്ട സമയത്ത് അവിടെ ഇല്ലാത്തതിലൊക്കെ സങ്കടങ്ങൾ അറിയിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് കണ്ടിരുന്നു. അപ്പോൾ ഇത്രത്തോളം ആൾക്കാർ ആരാധനയുണ്ട്. അത് സിനിമക്കുള്ളിലുള്ളവർക്ക് പോലും ഈ പറയുന്ന വിജയകാന്തിനോട് അത്ര വലിയ ആരാധനയുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ കഴിയുന്നത്. ഒരു ക്യാപ്റ്റൻ എന്ന പേര് സിനിമയിൽ കൂടി മാത്രമല്ല, സിനിമയുടെ ഉള്ളിൽ മറ്റുള്ള നടന്മാരൊക്കെ വെച്ച് വയ്ക്കുന്ന എല്ലാവർക്കും ഒരു വിളിപ്പേരുകളുണ്ടല്ലോ. ഇപ്പോൾ ഈ പറയുന്ന ഇളയ ദളപതി, സൂപ്പർ സ്റ്റാർ, അതിൽ നിന്നൊക്കെ പറയുന്ന പോലെ തന്നെ ക്യാപ്റ്റൻ എന്ന സ്ഥാനം അദ്ദേഹത്തിന് അഭിനയിച്ച ഒരു സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ പോലും അദ്ദേഹം സത്യം പറഞ്ഞാൽ തമിഴ് സിനിമയിൽ ഒരു ക്യാപ്റ്റൻ തന്നെ ആയിരുന്നു.